പാവത്തെ എല്ലാരും കൂടി കുടുക്കിയതാണത്രേ. ത്രികാലജ്ഞാനിയല്ലേ? ത്രികാലജ്ഞാനിക്ക് എന്തുകൊണ്ട് ഇത് പ്രവചിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല? ഭൂതവും ഭാവിയും വർത്തമാനവും അങ്ങനെ ആൾക്കാരുടെ എല്ലാ ചരിത്രവും പ്രവചിക്കുന്ന മഹാനായിട്ടുള്ള വ്യക്തിയാണ്. സ്വന്തം ചരിത്രം മാത്രം അല്ലെങ്കിൽ സ്വന്തമായിട്ട് സ്വന്തം ജീവിതത്തിൽ എന്ത് വരുന്നു എന്ന് പ്രവചിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇദ്ദേഹത്തിനെ കൊണ്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് കഴിവില്ല എന്നാണ് അർത്ഥം. ഇപ്പോഴത്തെ കാലത്ത് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെയും കൊണ്ടും ഈ ഭൂതവും ഭാവിയും വർത്തമാനവും ഒന്നും പ്രവചിക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. ഇതൊക്കെ വെറും ഉടായിപ്പുകൾ മാത്രമാണ്. നമ്മൾ ചെന്ന് ഒരു ജോത്സ്യന്റെ മുമ്പിൽ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഏതെങ്കിലുമൊക്കെ കള്ളന്മാരുടെ മുമ്പിൽ ചെന്നിരിക്കുമ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ തന്നെ അവിടെ പറയും. അങ്ങനെ പറയുന്നതിൽ നിന്ന് എറിഞ്ഞു നോക്കുന്നത് മാത്രമാണ്, അല്ലാതെ പ്രവചനമൊന്നുമല്ല. ഇതുപോലെയുള്ള കള്ളന്മാരെ ഇപ്പോഴും വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോഴും ഇയാളെ കുടുക്കിയതായിരിക്കും, ഇയാളെ മനഃപൂർവ്വം ട്രാപ്പ് ചെയ്തതായിരിക്കും എന്ന് പറഞ്ഞ് ഇയാൾക്കെതിരെ പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കമൻസിലും അല്ലാത്ത വീഡിയോകളിലും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അവരോടൊക്കെ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യമുണ്ട്. ഇയാൾ എന്തിന് ആ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടു? നാട്ടുകാർ പറയുന്നത് മുണ്ട് പോലും ഇല്ലാതെ മുണ്ടു പറിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് പറയുന്നത്. ആ പെൺകുട്ടി നിലവിളിച്ചപ്പോൾ ആൾക്കാർ ഓടിക്കൂടി, ആ പെൺകുട്ടിയുടെ അമ്മ വന്നു നിലവിളിച്ചു, അങ്ങനെ പ്രശ്നം വഷളായി എന്നറിഞ്ഞപ്പോൾ ഇയാൾ മുണ്ടും പറിച്ച് ഓടി രക്ഷപ്പെട്ടു. എന്തിനോടി രക്ഷപ്പെട്ടു? എന്തിനൊളിവിൽ പോയി? നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളവിടെ സ്റ്റേണായിട്ട് നിൽക്കും. നമ്മളെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണ് എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മളവിടെ പതറത്തില്ല. പ്രത്യേകിച്ച് ഇയാളെ പോലെ വലിയ സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഭൂതവും ഭാവിയും വർത്തമാനവും ഒക്കെ പ്രവചിക്കാൻ കഴിവുള്ള, അതായത് ദൈവത്തിന്റെ ശക്തി കിട്ടിയ വ്യക്തിയായിരിക്കുമല്ലോ ഭൂതവും ഭാവിയും ഒക്കെ പ്രവചിക്കുന്നത്. സാധാരണ മനുഷ്യനല്ല. കാരണം നമുക്ക് സാധാരണ മനുഷ്യന്മാരെയും കൊണ്ടൊന്നും ഭൂതവും ഭാവിയും വർത്തമാനവും ഒന്നും പ്രവചിക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. ഒരാളുടെ ജാതകത്തെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. അപ്പൊ അസാധാരണനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ ഈ അസാധാരണനായിട്ടുള്ള ഒരു മനുഷ്യന് എന്തുകൊണ്ട് അവിടെ നിന്നില്ല? ധൈര്യത്തോടു കൂടിയിട്ട് ആൾക്കാരെ ഫേസ് ചെയ്തില്ല. അപ്പൊ ആൾക്കാരെ തല്ല് കിട്ടുമെന്ന് അറിയാം അല്ലേ? ധൈര്യത്തോട് കൂടിയിട്ട് എന്നെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയതാണ് ഈ പെണ്ണുമ്പിള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേറൊരു വിഷയം ഉണ്ടാകത്തില്ല. പക്ഷേ ഇവിടെ അയാൾ മുണ്ടും പറിച്ച് ഓടി. എന്തിന്? അപ്പം ഇയാൾ തെറ്റ് ചെയ്തു. പൂജയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പൂജാമുറിയിലേക്കല്ല പെൺകുട്ടിയെ കൊണ്ടുപോയത്, നേരെ ബെഡ്റൂമിലേക്കാണ് കൊണ്ടുപോയത്. ബെഡ്റൂമിൽ പോയി എന്ത് പൂജ ചെയ്യാൻ? അതും ഭാര്യയും ഒക്കെ ഉണ്ടായിരുന്നു, അയാളുടെ ഭാര്യ അവിടെ ഉണ്ടായിരുന്നു. ഭാര്യയുടെ ഒത്താശയോട് കൂടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. സ്വന്തം ഭർത്താവ് ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ കാണിക്കുമ്പോൾ അത് കണ്ടിട്ട് കണ്ണടച്ചിരിക്കുന്ന ഭാര്യ അല്ലെന്നുണ്ടെങ്കിൽ വീട്ടുകാര്. ഇപ്പൊ ഇത്തരത്തിലുള്ള വീട്ടുകാരുള്ളപ്പോൾ ഇതുപോലുള്ളവന്മാർക്കൊക്കെ സുഖമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാം. മാത്രമല്ല ആ ബെഡ്റൂമിൽ നിന്ന് കതവയിൽ ആ പെൺകുട്ടിയുടെ തല ഇടിപ്പിച്ചതിൻ്റെയും രക്തപ്പാടുകളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ആ പെൺകുട്ടിയെ മർദ്ദിച്ചു. എന്തിനത് ചെയ്തു? ഇയാൾ നല്ല മനുഷ്യനാണെന്നുണ്ടെങ്കിൽ, ഇയാളെ ട്രാപ്പ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ അത്തരം തെളിവുകളൊന്നും തന്നെ പോലീസുകാർക്ക് കണ്ടെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ലായിരുന്നു. ഇപ്പം മാധ്യമങ്ങളുടെ മുമ്പിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വെറുതെ എറിഞ്ഞ് കൊടുക്കുകയാണ്. മാത്രമല്ല ഇപ്പൊ പുതിയ പുതിയ ഓരോരോ കേസുകൾ ഇയാളെ പറ്റിയിട്ട് ഉയർന്നു വരുന്നുണ്ട്. സത്യത്തിൽ ഇയാളുടെ ഒപ്പം വേറൊരാളെയും കൂടി അറസ്റ്റ് ചെയ്യണമായിരുന്നു. ആ കൊച്ചിനെയും കൊണ്ട് അവിടെ പോയ ആ ഒരു തള്ളയുണ്ടല്ലോ, ആ അമ്മയുണ്ടല്ലോ, അവരെയും കൂടി അറസ്റ്റ് ചെയ്യണമായിരുന്നു. കാരണം അവരെ അമ്മയൊന്നും വിളിക്കാൻ ഒരു യോഗ്യതയില്ല. പ്രായപൂർത്തിയാകാത്തൊരു കൊച്ചിനെ ഒരുത്തൻ്റെ ഒപ്പം കയറ്റി അങ്ങ് വിട്ടേക്കാണ്. അപ്പോൾ അത്തരത്തിലുള്ളവരെയും കൂടി അറസ്റ്റ് ചെയ്യണം. കാരണം അവരാണ് ഇതുപോലെയുള്ള കള്ളന്മാർക്ക് വളരാനുള്ള വളം ഇട്ട് കൊടുക്കുന്നത്. അന്ധവിശ്വാസികൾ ഉണ്ടെന്നുണ്ടെങ്കിലല്ലേ അന്ധവിശ്വാസികളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഇത്തരത്തിലുള്ള ആൾക്കാരുണ്ടാകുകയുള്ളൂ. ഈ ഹിന്ദുക്കളുടെ ഇടയിൽ സമയം കുറിക്കുക, നല്ല നേരം നോക്കുക, ജ്യോത്സ്യം നോക്കുക എന്നൊക്കെ പറയുന്നത് സർവ്വസാധാരണമാണ്. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അന്ധമായിട്ട് ചില കാര്യങ്ങളിൽ വിശ്വസിക്കാതെ ഇരിക്കുക. ശാസ്ത്രം ഇത്രയൊക്കെ വളർന്നു. ഈ ബാധ ഒഴിപ്പിക്കുക, ഭൂതത്തെ ഒഴിപ്പിക്കുക, പ്രേതത്തെ ഒഴിപ്പിക്കുക, ജിന്നിനെ ഒഴിപ്പിക്കുക, എല്ലാ മതസ്ഥരുടെ ഇടയിലും ഇത്തരത്തിലുള്ള ചില അന്ധവിശ്വാസങ്ങളുണ്ട്. അപ്പോൾ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സയൻസ് ഇത്രയും വളർന്നു, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതിന് ചില തിയറീസ് ഉള്ളതല്ലാതെ ഇപ്പോഴും തെളിവുകളൊന്നുമില്ല. അപ്പോൾ ഇത്രയധികം ശാസ്ത്രം വളർന്നപ്പോൾ ബാധ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അവിടെ ഇല്ല. ഒരു വ്യക്തി അൺയൂഷ്വലായിട്ട് പെരുമാറുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ബാധയല്ല. അത് ആ വ്യക്തിക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള പ്രശ്നം ഉണ്ടാകാം. ചിലപ്പോൾ ഡിപ്രഷൻ ആയിരിക്കാം, ചിലപ്പം അയാൾക്ക് എന്തെങ്കിലും വിഷമം ഉള്ളിൽ കിടന്നുകൊണ്ടുള്ള പ്രശ്നമായിരിക്കാം. ചെറിയ പെൺകുട്ടികളാകുമ്പോൾ അല്ലെങ്കിൽ ചെറിയ കുട്ടികളാകുമ്പോൾ ധാരാളം വിഷമങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. നേരെ ഒരു കൗൺസിലറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുക, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുക, പ്രശ്നം കഴിഞ്ഞു. അവിടെ ഇത്തരത്തിലുള്ള ഒരു വിഷയവും ഉണ്ടാവത്തില്ല. പക്ഷെ നേരെ മറിച്ച് പഠിക്കാൻ മിടുക്കിയല്ലെന്നുണ്ടെങ്കിൽ നേരെ കൊണ്ടുപോവുക, പൂജാരി നോക്കിക്കൊള്ളും. ഇയാൾ തന്നെ ഇയാളുടെ പല വീഡിയോയിലും പറയുന്നത് കേട്ടിട്ടുണ്ട്, മാർക്ക് കിട്ടാനുള്ള കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്ത് നോക്കും? പരീക്ഷയ്ക്ക് പഠിച്ച് എക്സാം പേപ്പറിൽ എന്തെങ്കിലും എഴുതാതെ മാർക്ക് കിട്ടുമെന്ന് ഇവരൊക്കെ എങ്ങനെയാണ് വിശ്വസിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല.
മാർക്ക് കിട്ടാൻ ജോത്സ്യൻ്റെ അടുത്തേക്ക് പോവുക, ജോത്സ്യൻ ഏതാണ്ടൊക്കെ ചെയ്യുമ്പോഴേക്കും മാർക്ക് കിട്ടും, പരീക്ഷയ്ക്ക് പാസ്സാവും. സത്യത്തിൽ ഈ ഒരു വിശ്വാസം കൊണ്ട് ഈ കൊച്ചു പോയിരുന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കും, പോയിരുന്ന് പാസ്സാകും. നമ്മൾ വിചാരിക്കും ജോത്സ്യൻ്റെ ശക്തി കൊണ്ടാണ് പാസ്സായതെന്ന്. അല്ല, സ്വാമിമാരും സന്യാസിമാരും ഒന്നും പൂജ ചെയ്തിട്ടോ പ്രാർത്ഥിച്ചിട്ടോ ഒന്നും അല്ല. നമ്മുടെ മനഃശക്തി കൊണ്ട് ചിലപ്പം എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടുമായിരിക്കും. ഈ വിശ്വാസം എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും. ഇതുപോലെയുള്ളവന്മാർ കള്ളന്മാരാണ് എന്നുള്ളതിന് യാതൊരു രീതിയിലുള്ള തെളിവ് ഇതിൽ കൂടുതൽ വേണ്ട. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ഒരാൾ പറഞ്ഞു, എൻ്റെ ഓട്ടോറിക്ഷ ഡ്രൈവറിന് സന്യാസി ആയിക്കൂടെ? എല്ലാവർക്കും സന്യാസിയാകാം. ഇതുപോലെയുള്ള വേദങ്ങളും പുരാണങ്ങളും ഉപനിഷത്തുകളും ഒക്കെ പഠിച്ച് ജോത്സ്യനാകാം, സന്യാസിയാകാം, എല്ലാം ചെയ്യാം. പക്ഷെ കള്ളനാകാൻ പാടില്ല. കള്ളത്തരം കാണിച്ചു കഴിഞ്ഞാൽ പോലീസുകാർ ഇതുപോലെ തൂക്കിയെടുത്തുകൊണ്ട് പോകും. നമുക്ക് എല്ലാം ആവശ്യത്തിന് വേണം. പക്ഷെ അനാവശ്യത്തിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അത് പാരയായിട്ട് മാറും. അപ്പോൾ ഇത്തരം കേസുകളൊക്കെ വരുമ്പോൾ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് ഈ അന്ധവിശ്വാസികളെയാണ്. ആ കൊച്ചിനെയും കൊണ്ട് അവിടെ പോയ ആ അമ്മയും തെറ്റുകാരിയാണ്. എന്തിനവിടെ പോയി? എന്തിനിങ്ങനെ ഒരു കാര്യം ചെയ്തു? ഒരിക്കലും ആ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് പാടില്ലായിരുന്നു. ഒഴിവാക്കാൻ പറ്റുന്ന മന്ദബുദ്ധിതരം കൊണ്ടുണ്ടാക്കിയ ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ അത്തരം ഒരു സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കുമ്പോൾ ഉറപ്പായിട്ടും അതുപോലെയുള്ളവന്മാർ ആ സാഹചര്യത്തെ വിനിയോഗിക്കും. മുണ്ട് പറിച്ച് ഓടിയിട്ട് എന്നെ ട്രാപ്പിലാക്കിയതാണത്രേ. ഇതുപോലെയുള്ളവന്മാരുടെയൊക്കെ പുറകിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതൊക്കെ ചെറുത്. ഈ മുരാരി ബാബുവിനെ പോലെയുള്ളവർ വളരെ ചെറുതാണ്. എത്ര മാഫിയകളുണ്ടെന്നറിയാമോ ഇവരുടെയൊക്കെ പിന്നിൽ? ഇതുപോലെയുള്ള ആൾദൈവങ്ങളുടെയൊക്കെ പിന്നിൽ വലിയ വലിയ മാഫിയകളുണ്ട്. വലിയ കൂടിയ ആൾദൈവങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ആ ആൾദൈവങ്ങളെ പറ്റിയിട്ടൊന്നും നമുക്ക് ശബ്ദിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ശബ്ദിച്ചു കഴിഞ്ഞാൽ ഈ മാഫിയകൾ വന്ന് നമ്മളെ തൂക്കിയെടുത്തോണ്ട് പോകും. കാരണം ഇതൊക്കെ ഒരു വലിയ ബിസിനസ്സാണ്. എല്ലാ കാലത്തും വിശ്വാസം എന്ന് പറയുന്നത് ഒരു വലിയ ബിസിനസ്സാണ്. അറസ്റ്റിലായ ജ്യോത്സ്യൻ മുരാരി തന്ത്രി ആളെ വലയിലാക്കുന്നത് സോഷ്യൽ മീഡിയ വഴി. മുരാരി ജ്യോതിശാലയം എന്ന യൂട്യൂബ് പേജ് വഴിയാണ് പ്രവചനങ്ങളും അവകാശവാദങ്ങളും. നടൻ ദിലീപിനെ വെറുതെ വിട്ടത് തന്റെ പൂജയുടെ ഫലമാണെന്ന് വരെ പ്രചരിപ്പിച്ചു. ഓയൂരിൽ തട്ടിക്കൊണ്ടുപോയ 6 വയസ്സുകാരിയെ കണ്ടെത്തിയ സമയവും പ്രവചിച്ചിരുന്നു എന്ന് മുരാരി തന്ത്രി യൂട്യൂബ് ചാനലിൽ അവകാശപ്പെടുന്നുണ്ട്. മിഥുനാണ് ഈ വാർത്തയുടെ കേട്ടില്ലേ? സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള പ്രവചന വീഡിയോ അങ്ങ് ഇടും. ആരെങ്കിലുമൊക്കെ കാണാതായി കഴിഞ്ഞാൽ അത് കാണാതായത് കണ്ടുപിടിച്ചത് ഞാനാണ്. അന്ന് അർജുൻ്റെ ഒരു കേസ് വന്നായിരുന്നല്ലോ, മറ്റേ ആ ട്രക്ക് മണ്ണിനടിയിൽ കുടുങ്ങിയത്. അന്നും ഇയാൾ വലിയ സോഷ്യൽ മീഡിയ പ്രവചനങ്ങളൊക്കെ നടത്തിയായിരുന്നു. അവിടെയുണ്ട്, ഇവിടെയുണ്ട്, അങ്ങനെ ഒരുപാട് അനാവശ്യ സോഷ്യൽ മീഡിയ പ്രവചനങ്ങളൊക്കെ നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വന്ന വ്യക്തിയാണ് ഇയാൾ. സോഷ്യൽ മീഡിയയിലൂടെ വന്ന് പൊട്ടത്തരങ്ങൾ പറഞ്ഞപ്പോൾ ഇയാളെ അങ്ങ് ആൾക്കാർ വിശ്വസിച്ചു. ഇവനൊക്കെ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഇവനൊക്കെ ഉടായിപ്പാണെന്ന്. പക്ഷേ നമ്മുടെ നാട്ടിലെ മനുഷ്യന്മാരിങ്ങനെയാണ്. വിവരവും വിദ്യാഭ്യാസവും ബോധവും ഒക്കെ ഉണ്ടെങ്കിലും ചില സമയത്ത് ഇവന്മാരൊക്കെ ഈ തലച്ചോറ് പണയം വെച്ച രീതിയിലുള്ള പ്രവൃത്തി ചെയ്യും. എനിക്കൊന്ന് വീട്ടിലെ ഫ്രിഡ്ജിനകത്തെടുത്ത് കയറ്റി വെച്ചിട്ടാണ് ഇവന്മാരൊക്കെ ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരം സംഭവങ്ങൾ പിന്നെയും നമ്മുടെ നാട്ടിൽ ആവർത്തിക്കൂ. അപ്പോൾ ഇതൊക്കെ നിർത്തലാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം അന്ധവിശ്വാസികളെ പൂട്ടണം. അതിനുശേഷം അന്ധവിശ്വാസികളെ തിന്ന് ജീവിക്കുന്ന ഇതുപോലെയുള്ള പാരസൈറ്റുകളെ കയ്യോടെ പൂട്ടണം. വെളിയിലിറക്കി വിടരുത്. അതിനകത്താണ് കിടക്കട്ടെ. എന്തിനു വെളിയിലിറങ്ങിയിട്ട്?